മൂത്രം ഒഴിച്ചോ? ഇനി ആളാരാന്ന് പറ. കണ്ടയാളെ പല ഡയറക്ഷനിൽ നിന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ച ആള് മാറിപ്പോയാൽ സാറിന്റെ ജോലി പോവില്ലേ? ശരിക്കും നോക്കിയിട്ട് ആളാരെന്ന് പറ. അത് ആ രണ്ടാമത്തെ കൗണ്ടറിൽ നാലാമത് നിൽക്കുന്ന ആള്. ആ വയസ്സനോ? അതെ. എടോ രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ? അയാള് തൈര് ശാതം കഴിച്ചിട്ട് ദിവസം 5 ആയി കാണും. ആ അപ്പാവിടെ കയ്യിലാണോടോ സ്വർണം? ഇവിടെയാണ് നിങ്ങൾ കസ്റ്റംസുകാർക്ക് തെറ്റുപറ്റുന്നത്. ഞങ്ങൾ ഇൻഫോർമേഷന് തെറ്റ് പറ്റാത്തത്. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മാത്രമേ കള്ളക്കടത്തുകാരാവുള്ളൂ സാറേ. തന്നെ എനിക്ക് വിശ്വസിക്കാം? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇനി ഞാനിവിടെ നിന്നാൽ അയാളുടെ ആൾക്കാർ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതെനിക്ക് അപകടമാണ്. ഞാൻ പിന്നീട് സാറിനെ കോൺടാക്ട് ചെയ്തോളാം. ഓൾ ദി ബെസ്റ്റ്. Please don't block the way. Right? Excuse me, gentlemen. It's you. Come on. നിന്നെ ആ ടോയ്ലറ്റിനകത്ത് കാണുന്നവരെ എന്റെ ചങ്കിൽ ഇടിത്തിയായിരുന്നു. എടാ ജമാലേ, ഈ റോണി വിൻസെന്റ് ഒരു കാര്യം ഏറ്റതാ. സംഗതിയൊക്കെ ശരി, പക്ഷെ അളിയനൊരു കുഴപ്പം പറ്റി. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് നിന്റെ വണ്ടിയുടെ നമ്പർ ഒരു പോലീസുകാരൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യട്ടാ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം തോന്നി പിടിച്ച? ആ പാവം മമ്മൂട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഏത് മമ്മൂട്ടി? എടാ, നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് സാക്ഷാൽ ഭരത് മമ്മൂട്ടിയുടെ വണ്ടിയിലാണ്. ആ KCF 369 മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറാ. ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കേസുണ്ടെങ്കിൽ മമ്മൂട്ടി തീർത്തോളും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനൊക്കും. നിന്നെ എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓസ്കർ അവാർഡ് കിട്ടിയേനെ. എന്തൊക്കെ ടെക്നിക്കൽ കൂടിയാന്നറിയാവോ ഞാൻ ടോയ്ലറ്റിനകത്ത് കിടന്നത്.